മക്കളെ? എല്ലാവർക്കും സുഖമാണോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്നാണോ? ഓക്കെ. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഓക്കെ. പക്ഷെ ഒരു കാര്യം നിങ്ങളെ കാണിക്കട്ടെ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ. ഇതെന്താണ്? പൂവാണെന്നാണോ? പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഒരു പൂ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാല്? തലയിൽ ചൂടുവോ? പിന്നെ എന്ത് ചെയ്യും? അതിനെ തലോടും. അതിന് കുഞ്ഞുമ്മ നൽകും. അവയെ കാണുമ്പോ ഭയങ്കര സന്തോഷാണല്ലേ? ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. പക്ഷെ ചിലർ എന്ത് ചെയ്യും? അതിന്റെ ഓരോ ഇതളുകളായിട്ട് അതിനെ ഇളക്കി അതിനെ നശിപ്പിച്ചു കളയല്ലേ? പക്ഷെ നമ്മള് ചെയ്യാൻ പാടില്ല. പൂക്കളെ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കൾ അതിനെ നശിപ്പിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് പൂക്കളെ വലിയ ഇഷ്ടമാണെന്ന് ടീച്ചറിന് മനസ്സിലായി. ടീച്ചർ വേറൊരു കാര്യം കൂടെ കാണിക്കട്ടെ. നിങ്ങളെ കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ. ഇതെന്താണ്? നമ്മുടെ സത്യവേദ പുസ്തകം. എന്താണ്? സത്യവേദ പുസ്തകം. ഓക്കെ. നമുക്ക് പൂക്കളെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്നേഹിക്കാറുണ്ട്, തലയിൽ ചൂടാറുണ്ട്, അതിന് കുഞ്ഞു ഉമ്മ നൽകാറുണ്ട്. ചിലരതിനെ പിച്ച് കളയാറുണ്ട്. പക്ഷേ നമ്മുടെ പൂക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ സത്യവേദ പുസ്തകത്തിനെ സ്നേഹിക്കണം. അതിനെ നെഞ്ചോട് ചേർത്ത് നിർത്തണം. നിങ്ങൾക്കിപ്പോൾ വചനം വായിക്കാൻ അറിയില്ല, പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തരുന്ന വചനം നമ്മൾ പഠിക്കണം. ചിലർക്ക് എന്ത് ചെയ്യും? നമ്മൾ പൂക്കളെ അതിനെ ഇതളുകളെ അടർത്തിയതുപോലെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യാറുണ്ട്? നിങ്ങളെപ്പോലുള്ള കുഞ്ഞുമക്കൾ എന്ത് ചെയ്യാറുണ്ട്? ബൈബിളിൽ ചിലപ്പോൾ പേജുകൾ ചിലപ്പോൾ കീറാറൊക്കെ ഉണ്ടല്ലേ? പക്ഷേ അങ്ങനെ കീറാൻ പാടില്ല അല്ലേ? ഇതളുകളെ പോലെ നശിപ്പിക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് നമ്മുടെ വേദപുസ്തകം. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം. നിങ്ങൾക്ക് കുഞ്ഞു മക്കളാണ്. കുറച്ച് കാലം കൂടെയൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ വചനം തുറന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ നല്ല മനസ്സ് കാണിക്കണം. പൂക്കളെ ഇഷ്ടപ്പെട്ട നിങ്ങൾ നമ്മുടെ സത്യവേദ പുസ്തകത്തെയും സ്നേഹിക്കണം. അങ്ങനെ നല്ല വൈദ്യങ്ങളായിട്ടിരിക്കുമല്ലോ. ഇരിക്കുന്നാണോ? സന്തോഷമായെന്നാണോ? താഴെ വയ്ക്കുകയാണ്. നമ്മൾ വചനം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കും. എല്ലാ കുഞ്ഞുമക്കളും ഇരിക്കുന്ന ഇറങ്ങി കൈകൾ കൂട്ടി കണ്ണടച്ച് മുട്ടുകുത്തിക്ക് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകൾ മടക്കിയിരിക്കുന്ന കുഞ്ഞു പൈതങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ നാഥ. കുഞ്ഞു റോസാ പുഷ്പങ്ങളായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ്ങ് കാത്തുകൊള്ളണമേ നാഥ. അവിടെ ഹൃദയത്തിൽ സത്യവേദ പുസ്തകത്തിലെ ഓരോ വചനങ്ങളെ കൊണ്ട് അങ്ങ് നിറയ്ക്കണമേ നാഥ. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെത്തുമ്പോഴും കർത്താവെ അങ്ങയുടെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ നാഥ. അങ്ങയെ സ്നേഹിക്കുന്ന ദൈവമേ, മറ്റുള്ളവരെ കരുതുന്ന നല്ല പൈതങ്ങളായി വളരുവാൻ അങ്ങ് സഹായിക്കണമേ നാഥ. വചനം അവിടെ കാലിന് ദീപവും പാതയ്ക്ക് എന്നും പ്രകാശമായിരിക്കണമേ നാഥ. ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞോ? എല്ലാവരും ആമേൻ പറഞ്ഞു. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്രാമത്തെ പാഠമാണ് പഠിച്ചത്? 18ാമത്തെ പാഠം. ശരിയാണ്. പാഠത്തിന്റെ പേരെന്താണ്? പെന്തക്കോസ്തേ. എല്ലാ കുഞ്ഞുമക്കളും പറഞ്ഞല്ലോ. ഓക്കെ. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് എന്തു പറഞ്ഞു? എന്ത് നൽകുമെന്ന് പറഞ്ഞു?
പരിശുദ്ധാത്മാവിനെ നൽകുമെന്നാണോ? ശരിയാണ്. അതവർക്ക് ലഭിച്ചു അല്ലേ? അത് ഏത് ദിവസമാണ് അവർക്കത് കിട്ടിയത്? പെന്തക്കോസ്ത് ദിവസം അല്ലേ? ഓക്കെ. അത് എത്രാം നാളാണ്? 50-ാം നാൾ. അതും ശരിയാണ്. നമുക്കെല്ലാരും പഠിച്ചല്ലോ. അവർക്കത് എങ്ങനെയാ കിട്ടിയത്? അവര് ഒരുമിച്ച് കൂടിയിരുന്ന് ശരിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയൊരു കാറ്റടിച്ചെന്നാണോ? ശരിയാണ്. അപ്പോ അവർക്ക് എന്ത് നാവ് കിട്ടി? തീനാവ് കിട്ടി. പിന്നെന്തൊക്കെ സംഭവിച്ചു? അന്യഭാഷകൾ സംസാരിച്ചു, വചനം സംസാരിച്ചു, പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. ശരിയാണ്. നമുക്ക് വചനം പഠിച്ചില്ലേ നമ്മള്? എന്താണ് വചനം? സത്യത്തിന്റെ അതാണ് ആത്മാവിനെ പറഞ്ഞ എല്ലാവരും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ശരിയാണ്. ഓക്കെ. എല്ലാ കുഞ്ഞുമക്കളും വചനം പഠിച്ചു, ചോദ്യങ്ങളൊക്കെ പഠിച്ചു. മിടുക്കരായിട്ടിരിക്കുകയാണല്ലോ. മിടുക്കരായിട്ടിരിക്കുകയാണ്. ഇന്ന് എത്രാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്? 19-ാമത്തെ പാഠം. തയ്യാറാണല്ലോ എല്ലാവരും? തയ്യാറാണ്. എല്ലാ കുഞ്ഞുമക്കളും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചേ. എല്ലാവരും അടച്ചു. ടീച്ചർ അടയ്ക്കുകയാണേ. നിങ്ങൾക്ക് എന്താണ് മാറ്റം ഉണ്ടായത്? എന്തെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? മുന്നിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ടീച്ചറിനും കാണാൻ പറ്റുന്നില്ല. ഇനി എല്ലാവരും കണ്ണ് തുറക്കും. എല്ലാവരും ടീച്ചറിനെ കണ്ണ് തുറന്നു. ഒരു നിമിഷം എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഒന്നും കാണാൻ കഴിഞ്ഞില്ല അല്ലേ? അതുപോലെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ കാണാൻ കഴിഞ്ഞില്ല. കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? നമ്മൾ കണ്ണടച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരുട്ട് അനുഭവപ്പെട്ടില്ലേ? അത് തന്നെയാണ്, ഇരുട്ടായിരുന്നു. ഇന്ന് നമുക്കുള്ള പ്രകാശമൊന്നുമില്ലായിരുന്നു. പാഴും ശൂന്യവും ഇല്ലട ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ പ്രകൃതിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമുക്കിത് ആരാണ് തന്നത്? നമുക്ക് പ്രകാശവും ഈ കാണുന്നതെല്ലാം തന്നത് ആരാണ്? ദൈവമാണോ? ദൈവം നമുക്ക് എങ്ങനെയാണ് തന്നത്? ദൈവം സൃഷ്ടിച്ചെന്നാണോ? ശരിയാണ് കേട്ടോ കുഞ്ഞുമക്കള് പറഞ്ഞത്. നമ്മുടെ പാഠത്തിന്റെ പേര് സൃഷ്ടിപ്പ്. എന്താണ്? സൃഷ്ടിപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചെന്ന് അറിയണ്ടേ? കുഞ്ഞുമക്കൾക്ക് അറിയാമോ എന്തൊക്കെയാണെന്ന്? എല്ലാവർക്കും അറിയാം. ദൈവം എങ്ങനെയാണ് ഈ ഭൂമിയെ, നമ്മുടെ ലോകത്തെ സൃഷ്ടിച്ചത്? വചനത്തിലാണല്ലേ? വചനത്താലാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ശരിയാണ്. ടീച്ചർ ആദ്യം നിങ്ങളോടൊരു കാര്യം പറഞ്ഞു അല്ലേ? വേദപുസ്തകം നിങ്ങളെ കാണിച്ചില്ലേ? കാണിച്ചു. ആ വേദപുസ്തകത്തില് ആരംഭിക്കുന്നത് തന്നെ എന്താണ്? നമ്മുടെ ഭൂമിയെ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ്. ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഒക്കെ ഉൽപ്പത്തി മുതല് നമ്മെ പഠിപ്പിക്കുകയാണ്. ഓക്കെ. അപ്പോ ദൈവം വചനത്തിലൂടെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ആദ്യം എന്തായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക? നമ്മൾ മുറ്റത്തിറങ്ങി മുകളിലോട്ട് നോക്കാൻ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആകാശം. പിന്നെ നമ്മൾ വസിക്കുന്ന ഭൂമി. ആകാശത്തെയും എല്ലാരും പറഞ്ഞേ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. പിന്നെ എന്തൊക്കെ സൃഷ്ടിച്ചു? നമുക്കിപ്പോ പ്രകാശമില്ലേ? ഇവിടെ ഉണ്ട്. ആരുടെ പ്രകാശം തരുന്നത്? സൂര്യൻ. അപ്പൊ രാത്രി ആരാണ് തരുന്നത്? ചന്ദ്രനും നക്ഷത്രങ്ങളും.
അപ്പോ പിന്നെ സൃഷ്ടിച്ചത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു. എന്തൊക്കെ സൃഷ്ടിച്ചു? സമുദ്രത്തിലുള്ള സമുദ്രത്തെയും സമുദ്രത്തിൽ ആരാണുള്ളത്? മത്സ്യങ്ങൾ. പിന്നെ നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട്? പറവകൾ ഇല്ലേ? നമ്മള് കാക്കയുടെ ശബ്ദം കേൾക്കാറില്ലേ? നമ്മുടെ മുറ്റത്ത് എപ്പോഴും വരുന്നൊരു പക്ഷിയാണ് അല്ലേ? അതുപോലത്തെ ഒരുപാട് പറവകളെയും പക്ഷികളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു. കൊച്ചു കൊച്ചു സസ്യങ്ങളെ ടീച്ചറെ കാണിച്ച പൂവില്ലേ? അതൊരു ചെടിയിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് സസ്യങ്ങളെ, മരങ്ങളെ, ശലഭങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങള്? വളരെ ഭംഗിയാണല്ലേ? പറവകളെയും ശലഭങ്ങളെയും ഒക്കെ ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു. അവസാനം ആരെയായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക? മനുഷ്യനെ. എല്ലാ കുഞ്ഞുമക്കളും പറഞ്ഞല്ലോ, മനുഷ്യരെ ആരാണ് സൃഷ്ടിച്ചത്? നമ്മുടെ ദൈവം. ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് അറിയാമോ? നിലത്തിലെ മണ്ണിനെ കുഴച്ച് മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിന്റെ മൂക്കിൽ ദൈവത്തിന്റെ ശ്വാസം ഊതി എന്ത് ചെയ്തു? ഒരു ജീവനുള്ള മനുഷ്യനാക്കി മാറ്റി. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. എത്ര ദിവസം കൊണ്ടാണ്? 6 ദിവസം കൊണ്ട്. 6 ദിവസം കൊണ്ട് ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആകാശം, ഭൂമി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും, എല്ലാ കുഞ്ഞുമക്കളും പറവകളെയും ചിത്രശലഭങ്ങളെയും മരങ്ങളും സസ്യങ്ങളും സമുദ്രവും മത്സ്യങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ കാണുന്ന സകലത്തിനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും നല്ലതായിരുന്നു. എന്തായിരുന്നു? നല്ലതാണ്. ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും നല്ലതായിരുന്നു. ഓക്കെ. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ദൈവം എല്ലാ സൃഷ്ടികൾക്ക് ശേഷവും എന്ത് ചെയ്തു? 7ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു. 7ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മെയും നമ്മുടെ സകലത്തെയും ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. എല്ലാ കുഞ്ഞുമക്കളും അത് പഠിച്ചില്ലേ? പഠിച്ചു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ എന്നും എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തി മഹത്വം കരയറ്റി നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. അതിനാണ് നമുക്ക് ദൈവാലയം തന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളും ഒക്കെ നമുക്ക് പഠിക്കാനും ദൈവത്തെ മഹത്വം കരയറ്റാനും ഒക്കെ സാധിക്കും. ഓക്കെ. നമുക്കിന്ന് മനപ്പാഠ വചനം പഠിക്കണ്ടേ? പഠിക്കണം. ഓക്കെ. നമ്മുടെ മനപ്പാഠ വചനം എന്താണ്? എല്ലാ കുഞ്ഞുമക്കളും പറയണം. ഓക്കെ. എല്ലാവരും പഠിക്കുകയും വേണം വീട്ടിലിരുന്ന്. ആകാശം, എല്ലാവരും പറഞ്ഞേ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ഒരിക്കൽ കൂടെ കുഞ്ഞാക്കിയല്ലേ നമ്മൾ പഠിക്കാനുള്ള. നമുക്കിന്ന് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളും വചനം പഠിച്ചില്ലേ? വചനവും പഠിച്ചു. അപ്പൊ നമുക്കിന്ന് ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് പഠിക്കാനുണ്ടായിരുന്നത്. ദൈവത്തിന്റെ അത്ഭുതമേറിയ ഓരോ സൃഷ്ടിയും ദൈവത്തിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത് അല്ലേ? പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയെ സൃഷ്ടിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓരോ കുഞ്ഞു മക്കളെയും ദൈവത്തിന് അനുഗ്രഹിക്കാനും നിങ്ങളുടെ ഭാവിയെ ഏറ്റവും ഉന്നതമാക്കാനും ദൈവത്തിന് സാധിക്കും. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനപ്രകാരം ഈ ലോകത്ത്
ജീവിക്കണം. ദൈവം ഈ ലോകത്തെ വചനത്താലാണ് സൃഷ്ടിച്ചത്. അതുപോലെ എല്ലാ കുഞ്ഞുമക്കളും വചനം നിങ്ങളുടെ കാലിന് ദീപമായും പാതയ്ക്ക് എന്നും പ്രകാശമായും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.